വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ ഉണർന്നപ്പോൾ തന്നെ നല്ലൊരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 3-4 ദിവസമായിട്ട് തോരാതെ പെയ്യുന്ന മഴയും മറ്റുമൊക്കെ കാരണം ആദ്യമൊക്കെ നമുക്ക് നല്ലൊരു ഇഷ്ടമൊക്കെ തോന്നും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ. പിന്നെ അത് കൂടുതലായി കഴിഞ്ഞാൽ കുറച്ചൊരു ഇറിറ്റേഷനൊക്കെ തോന്നും കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോൾ സിറ്റ് ഔട്ടൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മഴവെള്ളവും ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു അസ്വസ്ഥത പോലെ സിറ്റ് ഔട്ട് കാണുമ്പോൾ തുടച്ചെടുത്താൽ അത്ര കണ്ട് ക്ലീൻ ആവില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചു നന്നായി കഴുകി വൈപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കഴുകി വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ മഴ ഇങ്ങനെ തോരാതെ പെയ്യുന്ന കാരണം ഞങ്ങളുടെ മുറ്റാകെ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ. നന്നായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. ഇങ്ങനെ തോരാതെ പെയ്യുന്ന മഴയാവുമ്പോൾ ഇതുപോലെ വെള്ളം നിൽക്കൂട്ട. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മാത്രമേ നമുക്കൊരു മനസ്സിനൊരു ഇത് കിട്ടുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചെന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈപ്പ് ഇതൊക്കെ ചെയ്തെടുത്ത ശേഷം സിറ്റ് ഔട്ടൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സിറ്റ് ഔട്ട് തുടച്ചെടുത്ത് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം തോന്നിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ മഴ പെയ്യണം. മഴ പെയ്യുക മാത്രമല്ല കേട്ടോ, കറണ്ടൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് തന്നെ കറണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അകങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ കിച്ചണിലിട്ട് പോയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. രാവിലെ പഴം റോസ്റ്റ് ചെയ്തതും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തോടെ തന്നെ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങിയിട്ടാ. അപ്പോൾ ആദ്യം തന്നെ ചീര പച്ചക്കറി വെച്ചെടുക്കണം. അപ്പോൾ ഈ ചീരയൊക്കെ വൃത്തിയാക്കി എടുത്ത ശേഷം മഞ്ഞൾ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. നമ്മൾ മേടിക്കുന്ന ചീര ആകുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ വിഷാംശമൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ക്ലീനാക്കി കഴുകി മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പയർ ഉപ്പേരി വെച്ചെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പയറും ക്ലീൻ ചെയ്ത് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞ ശേഷം ഞാൻ ചീര അതിലോട്ട് ഇട്ടിട്ട് പച്ചക്കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ കറണ്ട് ഇല്ലാത്ത കാരണം അരച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അമ്മയില്ല കേട്ടോ, അത് കാരണം ഇടിക്കല്ലിൽ ചതച്ചെടുക്കുക നാളികേരം എന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും അതുപോലെ തന്നെ വലിയ ജീരകമൊക്കെ ഇട്ടിട്ട് ആദ്യം അതൊന്ന് ചതച്ചെടുത്തു. പിന്നെ നാളികേരം കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. കൂടുതലായിട്ടൊന്നും ചതച്ചെടുത്തിട്ടില്ല, ഒരുവിധം ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. കറി തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി അതൊന്ന് താളിച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകും മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് താളിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ പയർ തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ സവാളയും 4 അല്ലി വെളുത്തുള്ളിയും ചുവന്ന മുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുത്തിട്ടാകും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ ഒന്ന് ഞാൻ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ പയർ ചേർത്ത് കൊടുത്തത്. പയർ കട്ടാക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് സ്ലോ ഫയറിൽ അത് കുക്കാക്കി എടുക്കണം കേട്ടോ. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ സാമ്പാർ വെച്ചിട്ട് മാറ്റി വെച്ചു. പിന്നെ പപ്പടം വറുത്തെടുക്കുകയാണ് കേട്ടോ. മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിളിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. തലേ ദിവസത്തെ മുളകിട്ടതുണ്ട്, പിന്നെ സാമ്പാർ, പയറ് തോരൻ, പിന്നെ നമ്മുടെ പരിപ്പും ചീരയും പച്ചക്കറി വെച്ചത്, ഇഞ്ചിക്കറി തലേ ദിവസം വെച്ചതാണ് കേട്ടോ. പിന്നെ തൈര്, പിന്നെ അരിനെല്ലിക്കയാണ് കേട്ടോ, ഉപ്പിലിട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.